ആലപ്പാട് ഖനന വിഷയത്തിൽ മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചു. ബുധനാഴ്ച തിരുവനന്തപുരത്താണ് യോഗം. വിവരങ്ങളുമായി സജിത്ത് ചേരുന്നു. സജിത്ത്, ചർച്ചയില്ല, ഖനനം നിർത്തിവെക്കുന്നതുവരെ എന്നതാണ് സമരസമിതിയുടെ തീരുമാനം. എന്താണ് മുഖ്യമന്ത്രി ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ള നിലപാട്? സജിത്ത്, കേൾക്കാമോ? രേണു, നിർണായകമായൊരു നീക്കത്തിനാണ് സർക്കാർ ഒരുങ്ങുന്നത്. ആലപ്പാട്ടെ കരിമണൽ ഖനനത്തിനെതിരെ നടക്കുന്ന സമരത്തിൽ ശക്തമായൊരു നീക്കത്തിന് സർക്കാർ ഒരുങ്ങുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി യോഗം വിളിച്ചിരിക്കുന്നത്. രേണുക സൂചിപ്പിച്ച പോലെ നേരത്തെ ഈ സമരത്തോട് അങ്ങേയറ്റം മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനമായിരുന്നു സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. ഈ സമരത്തിന്റെ പ്രസക്തിയും ഇവർക്ക് ഗൂഢ താല്പര്യങ്ങളുണ്ട് എന്ന തരത്തിൽ പോലും സർക്കാർ കേന്ദ്രങ്ങളുടെ പ്രതികരണവും ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി സമരം ശക്തിപ്പെട്ടതോടെ സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കുകയാണ്. ഇതിന്റെ ആദ്യപടിയായിട്ടാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിരിക്കുന്നത്. വ്യവസായ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗമാണ് മുഖ്യമന്ത്രി വിളിക്കുന്നത്. വ്യവസായ മന്ത്രിയും ഈ യോഗത്തിൽ പങ്കെടുക്കും. ബുധനാഴ്ച തിരുവനന്തപുരത്താണ് യോഗം നടക്കുക. ഇതിനുശേഷമായിരിക്കും സമരസമിതി നേതാക്കളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചയിലേക്ക് സർക്കാർ കടക്കുക. അതിന്റെ സമയവും ഒപ്പം തന്നെ സ്ഥലവും അടക്കമുള്ള കാര്യങ്ങളിലേക്കും സർക്കാർ തീരുമാനിക്കും. ഇന്ന് വ്യവസായ മന്ത്രി ഇത് സംബന്ധിച്ച് നടത്തിയ ഒരു പ്രതികരണം ശ്രദ്ധേയമാണ്. കാരണം ഈ വിഷയത്തിൽ കൂടുതൽ പഠനം നടത്തേണ്ടതുണ്ട്. ഇക്കാര്യം സർക്കാർ പരിശോധിക്കുന്നുവെന്നാണ് വ്യവസായ മന്ത്രിയുടെ നിലപാട് പ്രഖ്യാപിച്ചത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സർക്കാർ ഉന്നതതല യോഗം വിളിച്ചുകൊണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. ശരി, ടി ജി സജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഖനനം നിർത്തിവെച്ച ശേഷം മാത്രം ചർച്ചയ്ക്ക് തയ്യാറെന്ന് ആലപ്പാട് ഖനന വിരുദ്ധ സമരസമിതി. സേവ് ആലപ്പാട് പ്രശ്നത്തിൽ ചർച്ചയ്ക്ക് ക്ഷണിച്ച സംസ്ഥാന സർക്കാരിന്റെ നിലപാട് സ്വാഗതം ചെയ്യുന്നുവെന്നും സമരസമിതി വ്യക്തമാക്കി. പ്രശ്നത്തിന് പരിഹാരം കാണാനാണ് താൽപര്യമെങ്കിൽ നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കരുതെന്ന് കരുനാഗപ്പള്ളി MLA R രാമചന്ദ്രൻ പറഞ്ഞു. ചർച്ചയാകാമെന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെ ഖനനവിരുദ്ധ സമരസമിതി സ്വാഗതം ചെയ്യുന്നു. എന്നാൽ IREL നടത്തുന്ന ഖനനം താൽക്കാലികമായെങ്കിലും നിർത്തിവെക്കണം. ആലപ്പാട് തുറന്ന വേദിയിൽ ചർച്ചയാകാമെന്നുമാണ് സമരസമിതി നേതാക്കൾ പറയുന്നത്. സമ്പൂർണ്ണ ഖനനം അത് നിർത്തണം. ഖനന നിരോധനമാണ് ഞങ്ങളുടെ ലക്ഷ്യം. മറ്റൊന്നും ഞങ്ങൾക്കില്ല. അല്ലാതെ ചർച്ചയുമില്ല. അത് സർക്കാർ നിർത്തിവെക്കുക. ചർച്ചയ്ക്ക് മുൻപ് കരിമണൽ ഖനനം നിർത്തിവെക്കുക. ചർച്ചയ്ക്ക് വിളിക്കുക. ചർച്ചയ്ക്ക് തയ്യാർ. അതിന് ഓപ്പൺ ചർച്ചയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിബന്ധനകളോടെ ചർച്ചയ്ക്ക് തയ്യാറാകുന്നത് ശരിയല്ലെന്ന് കരുനാഗപ്പള്ളി MLA R രാമചന്ദ്രൻ പറഞ്ഞു. പ്രശ്നപരിഹാരമാണ് ലക്ഷ്യമെങ്കിൽ ഉപാധികളില്ലാതെ ചർച്ചയ്ക്ക് തയ്യാറാകണം. ഉപാധിരഹിതമായ ചർച്ചയ്ക്ക് ഗവൺമെന്റും സമരസമിതിയും തയ്യാറാകണമെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം പ്രശ്നം പരിഹരിക്കുകയാണ് വേണ്ടത്. അവിടെ നിർബന്ധ ബുദ്ധിക്കോ വാശിക്കോ സ്ഥാനം കൊടുക്കരുത്. അങ്ങനെ സ്ഥാനം കൊടുക്കുന്നത് പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കാൻ മാത്രമേ ഇടയാക്കുകയുള്ളൂ. ക്യാമറമാൻ ഷിജു ചവറിക്കൊപ്പം ശ്യാം ദേവരാജ്, News 18, കൊല്ലം. സംസ്ഥാനത്തിന് 2 ബുള്ളറ്റ് പ്രൂഫ് കാറുകൾ കൂടി വാങ്ങാൻ തീരുമാനം. 1,10 ലക്ഷം രൂപയ്ക്ക് കാറുകൾ വാങ്ങുന്നത് ടെൻഡർ നടപടി ഒഴിവാക്കിയാണ്. തുക അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കി. ബുള്ളറ്റ് പ്രൂഫ് കാറുകൾ നിർമ്മിക്കുന്ന കമ്പനികൾ ഇന്ത്യയിൽ കുറവായതിനാലാണ് ടെൻഡർ ഒഴിവാക്കിയതെന്നാണ് വിശദീകരണം. വിവരങ്ങളുമായി VV വിനോദ് ചേരുന്നു. വിനോദ്, എന്താണ് ഈ കാർ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള വിവരങ്ങൾ? രേണുക, സംസ്ഥാനത്തിന് നിലവിൽ ഇപ്പോൾ ഉള്ളത് 2 ബുള്ളറ്റ് പ്രൂഫ് കാറുകളാണ്. ഇതിന് പുറമെയാണ് പുതുതായി 2 കാറുകൾ കൂടി വാങ്ങാനുള്ള തീരുമാനം. ടാറ്റ സഫാരിയുടെ 2 വാഹനങ്ങൾ വാങ്ങി പിന്നീട് അത് രൂപമാറ്റം വരുത്തി ബുള്ളറ്റ് പ്രൂഫ് ആക്കുകയായിരുന്നു. ഇപ്പോൾ വാങ്ങാൻ തീരുമാനിച്ചിട്ടുള്ളത് ബുള്ളറ്റ് പ്രൂഫ് കാർ തന്നെയാണ്. ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൽ നിന്നാണ് ഇത് വാങ്ങുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മന്ത്രിസഭയുടെ അനുമതിയില്ലാതെയാണ് ഇത്തരമൊരു ഇടപാടിലേക്ക് പോയത്. പോലീസ് ആസ്ഥാനത്തിൻ്റെ ഇടപെടലുകളാണ് നടന്നത്. 30% തുക ഈ സ്വകാര്യ കമ്പനിക്ക് നൽകുകയും ചെയ്തു. ബാക്കി തുക അനുവദിക്കുന്നതിനാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിൻ്റെ ഉത്തരവ് ഇറങ്ങിയിട്ടുള്ളത്. ആ ഉത്തരവിൻ്റെ പകർപ്പാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. അതായത് സർക്കാരിൻ്റെയോ മന്ത്രിസഭയുടെയോ അനുമതിയില്ലാതെ നടന്ന ഇടപാടിന് സാധൂകരണം നൽകിയിരിക്കുന്നു. ഈ ഇടപാടുമായി മുന്നോട്ട് പോകാം. 2 കാറുകൾ വാങ്ങാം. ഇന്ത്യയിൽ ബുള്ളറ്റ് പ്രൂഫ് കാറുകൾ നിർമ്മിക്കുന്ന കമ്പനികൾ കുറവായതിനാൽ ടെൻഡർ നടപടി ഒഴിവാക്കി മുന്നോട്ട് പോകുന്നതിനുള്ള അനുമതി നൽകുന്നുവെന്നാണ് ആഭ്യന്തര വകുപ്പിൻ്റെ ഈ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. ഏതായാലും വലിയ വിമർശനങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ള ഒരു കാര്യമാണ്. നിലവിൽ 2 വാഹനങ്ങൾ ആഭ്യന്തര വകുപ്പിന് കീഴിലുണ്ട്, പോലീസിന് കീഴിലുണ്ട്. VIPകൾ വരുമ്പോൾ ആ കാറുകളാണ് ഉപയോഗിക്കുന്നത്. പ്രളയ സമയത്ത് ഓരോ രൂപയും പ്രധാനപ്പെട്ടതാണെന്ന് മുഖ്യമന്ത്രി തന്നെ പറയുമ്പോഴാണ് ഇത്തരത്തിൽ ടെൻഡർ നടപടി ഒഴിവാക്കി 1,10 ലക്ഷം രൂപയ്ക്ക് 2 കാറുകൾ വാങ്ങാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. രേണുക, VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്.